ഗുഡ് മോർണിംഗ് എല്ലാവർക്കും. വെൽക്കം ടു ഹീലിംഗ് ലൈഫ് ടാരോ. ആക്ച്വലി ഇന്നലെ റീഡിംഗ് ഇടാൻ പറ്റിയിട്ടില്ല. ഇവിടെ ഒരു കറണ്ടൊക്കെ പോയി കുറച്ച് പ്രശ്നമായി. ഭയങ്കര കാറ്റായിരുന്നു. ആ കാറ്റിൽ ഈവൻ എൻ്റെ നെറ്റ് നമ്മുടെ ഡാറ്റ അടക്കം വർക്ക് ചെയ്യുന്നുണ്ടായിരുന്നില്ല. എന്തോ ടവറൊക്കെ പ്രശ്നമുണ്ടായിരുന്നു തോന്നുന്നു. ഒരു ഫുൾ ഡേ ഞങ്ങൾക്ക് കറണ്ടും ഇതൊന്നും ഇല്ലാതെ, ശരിക്കും പറഞ്ഞാൽ ഇൻ്റർനെറ്റ് പോലും ഇല്ലാതെ ഞാൻ എന്താ പറയുക, നമ്മളൊരു കുറേ നേരത്തേക്ക് ഒരു പഴയ ആ ഒരു ലോകത്തേക്ക് പോയ പോലെയായിരുന്നു, പഴയ കാലത്തിലേക്ക്. എനിവേ സാധാരണ നില ഒന്നും ഒട്ടും ചെയ്യാൻ പറ്റിയില്ല. അപ്പം ഞാൻ പിന്നെ അങ്ങനെ ഇരുന്നു. ഓക്കെ, അപ്പം എന്തായാലും ഇന്നിപ്പോൾ നിങ്ങൾക്ക് റീഡിങ് എടുക്കുന്നത്, ഇന്നത്തെ റീഡിങ് നിങ്ങളെക്കുറിച്ച് ഒരു ഓവറോൾ റീഡിങ് എടുക്കാം. ഓക്കെ, അതായത് നിങ്ങളുടെ ലൈഫ്, നിങ്ങളുടെ ചില ക്യാരക്ടേഴ്സ്, കാര്യങ്ങൾ എന്തൊക്കെയാണോ വരുന്നത്. ഓക്കെ, നമുക്ക് ഈ ഡെക്ക് വെച്ചിട്ട് എനിക്ക് കിട്ടുന്ന രീതിയിൽ നമുക്ക് നോക്കാം. ഓക്കെ, നിങ്ങളെക്കുറിച്ച് നമുക്കൊരു ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കാം. ഓക്കെ, അപ്പം നമുക്ക് നമ്മളെക്കുറിച്ച് തന്നെ ഒന്ന് മനസ്സിലാക്കുമ്പോൾ ലൈഫിൽ ചില കാര്യങ്ങൾ നമ്മൾ എങ്ങനെ ഹാൻഡിൽ ചെയ്യണം എന്നൊക്കെ നമുക്ക് മനസ്സിലാവും അല്ലേ. സോ അതുകൂടി നമുക്ക് നോക്കാം. ഞാൻ വേറെ ഡെക്ക് കൂടി വെച്ചിട്ടുണ്ട്, അതും എടുക്കാം. സോ ലെറ്റ് സീ, നിങ്ങളെക്കുറിച്ചൊരു റീഡിങ് എന്ന നിലയിൽ ആദ്യം എടുക്കാം, തുടങ്ങാം. Deception and envy. Trapped in fear. Okay, hope. നിങ്ങളുടെ ലൈഫ് ജേർണി എന്ന രീതിക്ക് നോക്കാം അല്ലേ, അങ്ങനെ കണക്കാക്കാം. ഐ തിങ്ക് സംവെയർ ഐ ഫീൽ ഹാർട്ട് ചക്ര അത് കാണും. കോൺഫ്ലിക്റ്റ് ആൻഡ് ഡിഫീറ്റ്. ഓക്കെ, മെൻ്റൽ കോൺഫ്ലിക്റ്റ് ഉണ്ട്, വീണ്ടും ഒരേ കാര്യം. ഓക്കെ, ദ വെയിറ്റിംഗ് ഗെയിം, പേഷ്യൻസ് ആൻഡ് പ്ലാനിങ്, ടെംപ്ടേഷൻ, ന്യൂ ബിഗിനിങ്. വെരി ഗുഡ്. ഓക്കെ, സ്റ്റാൻഡ് യുവർ ഗ്രൗണ്ട്. ഫൈനൽ ആൻസർ. പിന്നെ ഒരു ഫൈനൽ കാർഡ് നമുക്ക് വളരെ പോസിറ്റീവായിട്ടൊരു കാര്യം വന്നിട്ടുണ്ട്, പറയാം. ഓക്കെ, മൂവിങ് ഓൺ ഉണ്ട്. ഓക്കെ, ഇവിടെ ഡിസെപ്ഷൻ ആൻഡ് എൻവി എന്ന് പറയുന്നത് നിങ്ങളുടെ ലൈഫിൽ എനിക്ക് പറയുന്നത്, നിങ്ങളുടെ ജീവിതം എടുത്ത് നോക്കുകയാണെങ്കിൽ നിങ്ങളെ പലരും ചതിച്ച് കാണാം. ഓക്കെ, ചതിക്കുക അല്ലെങ്കിൽ നിങ്ങളോട് അസൂയ തോന്നുന്ന വ്യക്തികൾ നിങ്ങളുടെ ലൈഫിലുണ്ടാവും. ഓക്കെ, അതായത് നിങ്ങൾ അങ്ങനെ വലിയ, നിങ്ങൾക്ക് തന്നെ സ്വയം തോന്നുന്നുണ്ടാവും ദാറ്റ് എന്നെ എന്ത് കണ്ടിട്ടാണ് അസൂയ തോന്നുന്നത് എന്ന് അല്ലേ. ബട്ട് യെസ്, അത് പലരും ആക്ച്വലി നിങ്ങളെ കാണുമ്പോൾ അസൂയ തോന്നാറുണ്ട്, നിങ്ങളുടെ ലൈഫ് കാണുമ്പോൾ. ഓക്കെ, മേ ബി നിങ്ങളുടെ തന്നെ കുടുംബത്തിലുള്ള ആൾക്കാരായിരിക്കാം, ഫ്രണ്ട്സ് ആയിരിക്കാം. ഓക്കെ, അല്ലെങ്കിൽ ജോലി നിങ്ങൾ നല്ല രീതിക്കൊക്കെ ചെയ്തു പോകുന്നുണ്ടെങ്കിൽ ചിലപ്പോൾ അത് കണ്ടിട്ട് തോന്നുന്നവരായിരിക്കാം. സോ എവിടെയോ നിങ്ങൾ അങ്ങനെയൊക്കെ കുറച്ച് ഫേസ് ചെയ്യേണ്ടി വന്നതായിട്ട് എനിക്ക് കാണുന്നുണ്ട്. ഫാമിലി മെമ്പേഴ്സ് എന്നായിരിക്കാം നിങ്ങളെ ചതിക്കുന്ന രീതിയിൽ ഓരോ പ്രവൃത്തികൾ. അതിപ്പോൾ വലിയ കാര്യങ്ങളാവണമെന്നില്ല കേട്ടോ, ഈവൻ ചെറിയ നിങ്ങളെ ഒരു വേദനിപ്പിക്കാൻ എന്തെങ്കിലുമൊക്കെ തരത്തിൽ വേദനിപ്പിക്കാൻ ശ്രമിക്കുന്ന പോലെ, നിങ്ങളെ ചതിക്കാനോ പറ്റിക്കാനോ ഒക്കെ ശ്രമിക്കുന്ന പോലെ, പണം മേ ബി പറ്റിക്കുക, അല്ലെങ്കിൽ നിങ്ങളുടെ ജോലിയിലൊക്കെ എവിടെയെങ്കിലുമൊക്കെ നിങ്ങൾക്ക് അതൊരു ഫീൽ ചെയ്തിട്ടുണ്ടാവും എപ്പോഴും. ഓക്കെ, ആൻഡ് ഇവിടെ നിങ്ങൾക്ക് മറ്റുള്ളവർ അസൂയ എപ്പോഴും നിങ്ങളെ അത് ബാധിക്കുന്നുണ്ടാവും. ചിലവർക്ക് എന്താണെന്ന് വെച്ചാൽ നമുക്കൊരു കണ്ണ് തട്ടുന്ന രീതിയിൽ ചിലപ്പോൾ നിങ്ങൾക്ക് ബാധിക്കുന്നുണ്ടാവാം. ഒരുപാട് ഐ തിങ്ക് നിങ്ങൾ ഫേസ് ചെയ്തിട്ടുണ്ട്, പലരിൽ നിന്നും നിങ്ങൾ ആ ഒരു ഡിസെപ്ഷൻ നിങ്ങൾ ഫേസ് ചെയ്തിട്ടുണ്ട്. ഒരുപാട് ചതിക്കപ്പെടുന്ന രീതിയിൽ നിങ്ങൾ പല കാര്യങ്ങളും നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടായിട്ടുണ്ടാവും. നിങ്ങൾ ഒരുപാട് ട്രസ്റ്റ് ചെയ്യുന്ന വ്യക്തികളായിരിക്കും, നിങ്ങളെല്ലാവരെയും പെട്ടെന്ന് കണ്ണടച്ച് ട്രസ്റ്റ് ചെയ്യും. ഓക്കെ, ബട്ട് മറ്റുള്ളവർ നിങ്ങളെ ആ ട്രസ്റ്റ് നിങ്ങളെ വെച്ചത് തെറ്റായി പോയി എന്ന് നിങ്ങൾക്ക് തോന്നിക്കാണാം. ഓക്കെ, സോ ഇവിടെ ഞാനത് കാണാൻ വേണ്ടി വെക്കുകയാണ്. ഓക്കെ, സോ ഇവിടെ അഗെയിൻ ട്രാപ്ഡ് ഇൻ ഫിയർ എന്ന് കാണുന്നുണ്ട്. സോ നിങ്ങൾ ഒരുപാട് നിങ്ങളുടെ ലൈഫിൽ എപ്പോഴും നിങ്ങൾക്ക് പെട്ട് നിൽക്കുന്ന ഒരു ഫീലിംഗ് ആണ്. ഓക്കെ, എന്താണ് എൻ്റെ ജീവിതത്തിൽ ഇങ്ങനെ പ്രശ്നങ്ങൾ വരുന്നത്, എൻ്റെ ലൈഫ് ഒന്നും അനങ്ങുന്നില്ല, മൂവ് ചെയ്യുന്നില്ല, എൻ്റെ ലൈഫിലൊന്നും നല്ലതൊന്നും വരുന്നില്ല. നിങ്ങൾക്ക് പല കാര്യങ്ങളിലും നിങ്ങൾ എന്തെങ്കിലും ചെയ്യാൻ ശ്രമിച്ചാൽ തന്നെ നിങ്ങൾക്കൊരു ട്രാപ്ഡ് ഫീലിംഗ് ആണ്, നിങ്ങൾക്കൊന്നും ആക്ഷൻ എടുക്കാൻ പറ്റുന്നില്ല. ഓക്കെ, അതെപ്പോഴും എന്താണെന്ന് വെച്ചാൽ ഐ തിങ്ക് നിങ്ങളുടെ ഒരു കാഴ്ചപ്പാടാണ്. അത് നമ്മൾ പറയില്ലേ, നിങ്ങൾ മറ്റുള്ളവർക്ക് വേണ്ടിയൊക്കെ എപ്പോഴും വിട്ടുകൊടുക്കും ഒരുപാട്. ഓക്കെ, ബട്ട് അവനവൻ്റെ കാര്യത്തിന് വേണ്ടി നിങ്ങളൊരു സ്റ്റാൻഡ് എടുക്കാൻ തയ്യാറല്ലാത്ത പോലെയാണ്. കാരണം നിങ്ങൾക്ക് തോന്നുന്നത് സാഹചര്യങ്ങൾ നിങ്ങൾക്ക് എപ്പോഴും നിങ്ങൾക്ക് എന്തെങ്കിലും ചെയ്യാൻ തോന്നിക്കഴിഞ്ഞാൽ അപ്പോൾ നിങ്ങൾക്ക് തോന്നുന്ന ആ സാഹചര്യങ്ങൾ എനിക്ക് തടസ്സമാവുന്നു, ഞാനൊരു കാര്യം ചെയ്യാൻ പോവുക എന്ന രീതിക്ക് നിങ്ങൾക്ക് വേണ്ടി സ്വന്തമായിട്ട് നിങ്ങൾക്ക് വേണ്ടി എന്തെങ്കിലുമൊക്കെ ചെയ്യണമെന്ന് ചിന്തിക്കുമ്പോൾ അവിടെ നിങ്ങൾക്ക് എപ്പോഴും തടസ്സങ്ങൾ ഫേസ് ചെയ്യേണ്ടി വരികയാണ്. ആൻഡ് അത് നിങ്ങളുടെ തന്നെ സ്വയം ആക്ച്വലി നിങ്ങളുടെ ഉള്ളിലുള്ള ഫിയേഴ്സ് എന്ന രീതിക്ക് പറയും. നിങ്ങൾ എന്തെങ്കിലുമൊക്കെയോ പെട്ട് നിൽക്കുന്ന ഒരു ഫീലിംഗ് ഉണ്ട് നിങ്ങൾക്ക്. ഓക്കെ, നിങ്ങളെ ഫാമിലി സപ്പോർട്ട് ചെയ്യുന്നില്ല, അല്ലെങ്കിൽ നിങ്ങൾക്ക് സാഹചര്യങ്ങൾ ഒത്തു വരുന്നില്ല, ഓരോന്നിനും ഐ തിങ്ക് നിങ്ങൾ എന്തെങ്കിലും ചെയ്യണമെന്ന് ആലോചിച്ചാൽ തന്നെ നിങ്ങളുടെ പേടികൾ തന്നെ നിങ്ങളെ സ്റ്റോപ്പ് ചെയ്യുന്ന പോലെയാണ്. ഓക്കെ, നിങ്ങൾ
സ്വയം അവനവൻ്റെ നിങ്ങളുടെ മനസ്സ് തന്നെ നിങ്ങളെ ആ പേടികൾ കാരണം നിങ്ങൾക്ക് പലതും ചെയ്യാൻ സാധിക്കാറില്ല. എനിക്ക് എവിടെ ഒരു ട്രാപ്ഡ് ഇൻ ഫിയർ എന്ന് പറയുമ്പോൾ അങ്ങനെയാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത്. നമ്മുടെ 8 ഓഫ് സോർഡ്സിൻ്റെ എനർജിയാണ്, നമ്മൾ പെട്ട് നിൽക്കുന്നതായിട്ടുള്ളൊരു ഫീലിംഗ് ആണ്. ബട്ട് എപ്പോഴും ഈ ഒരു കാർഡിനെ നമ്മൾ പറയാറുള്ളത് ആ പെട്ട് നിൽക്കുന്നു എന്നുള്ളത് തോന്നലാണ്. ഓക്കെ, നിങ്ങൾക്ക് വഴികളുണ്ട്, നിങ്ങൾക്ക് കണ്ടുപിടിക്കാൻ പറ്റും, നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും ചില കാര്യങ്ങൾ. ബട്ട് എവിടെയോ നിങ്ങൾ തന്നെ സ്വയം നിങ്ങളുടെ ആ ചിന്താഗതി മാറ്റിയിട്ട്, അല്ലെങ്കിൽ നിങ്ങൾ ചില കാര്യങ്ങൾ നിങ്ങൾക്ക് വേണം എന്ന് തീരുമാനിച്ച് ചിലപ്പോൾ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും, പക്ഷെ നിങ്ങൾ തന്നെ നിങ്ങളുടെ മനസ്സ് തന്നെ നിങ്ങളെ പുറകോട്ട് വലിക്കുന്ന പോലെയാണ്. ഓക്കെ, ആ പേടികളുണ്ട്, ഞാൻ എന്തെങ്കിലും ചെയ്തു കഴിഞ്ഞാൽ ശരിയായില്ലെങ്കിലോ തെറ്റായി പോയാലോ അങ്ങനെയൊക്കെ ഉണ്ടാവും. ഓക്കെ, നിങ്ങൾക്ക് പേടികളുണ്ട്, നിങ്ങൾ ചെയ്യാൻ തുടങ്ങുമ്പോൾ തന്നെ നിങ്ങളുടെ മനസ്സ് പറയുമില്ല ഞാൻ ചെയ്താൽ ശരിയാവില്ല, അല്ലെങ്കിൽ അത് തെറ്റിപ്പോയാലോ, എല്ലാവരും എന്നെ കുറ്റപ്പെടുത്തില്ലേ, എന്നെ എന്തെങ്കിലും പറയില്ലേ, അല്ലെങ്കിൽ മറ്റുള്ളവരുടെ മുമ്പിൽ എൻ്റെ ആ ഒരു ഇത് പോവില്ലേ, എന്നെ റെസ്പെക്റ്റ് പോവില്ലേ, എന്നെപ്പറ്റി എന്ത് വിചാരിക്കും. സോ അങ്ങനെ പല കാര്യങ്ങളും. ഓക്കെ, എന്ന് മാത്രമല്ല ഇപ്പോൾ ഫാമിലിയുടെ മുമ്പിൽ ഞാനിത് എങ്ങനെ പറയും, എല്ലാവരും ചിലപ്പോൾ ആരെങ്കിലും അവർ സമ്മതിക്കില്ല ചിലപ്പോൾ, അങ്ങനെ പല കാര്യങ്ങളും നിങ്ങൾക്ക് എവിടെയോ, അല്ലെങ്കിൽ നിങ്ങൾ എന്തെങ്കിലും ചെയ്യുന്നുണ്ടെങ്കിൽ തന്നെ മേ ബി അത് ആ ഫാമിലിയുടെ ഇഷ്ടത്തിന് വേണ്ടി ചെയ്യുന്ന രീതിയിൽ, അല്ലെങ്കിൽ മറ്റുള്ളവരുടെ ഇഷ്ടങ്ങൾ നോക്കിയിട്ട് നിങ്ങൾ പെരുമാറുക, അങ്ങനെയൊക്കെ പല കാര്യങ്ങളും ഐ തിങ്ക് ഇവിടെ എനിക്ക് കാണുന്നുണ്ട്. നിങ്ങൾ അങ്ങനെ ഒരു നേച്ചറാണ്. ബിക്കോസ് ഇതൊന്നും നിങ്ങൾ ഒരു നെഗറ്റീവായിട്ടല്ല ഞാൻ പറയുന്നത്, അതൊക്കെ നിങ്ങളുടെ നല്ല മനസ്സാണ്. ഓക്കെ, നിങ്ങൾ മറ്റുള്ളവരെ വേദനിപ്പിക്കാതിരിക്കാൻ എവിടേക്കോ നിങ്ങൾ സ്വയം വേദനിക്കുന്ന ഒരു എഫക്റ്റാണ് എനിക്ക് കാണുന്നത്. ഹോപ്പ് ഉണ്ട് ഇവിടെ, പക്ഷേ യൂണിവേഴ്സ് പറയുന്നത് ഇവിടെ ആക്ച്വലി നിങ്ങളുടെ ലൈഫിൽ ഇപ്പോൾ മേ ബി ഒരു ചെറിയൊരു പ്രതീക്ഷ വന്ന പോലെ ആയിരിക്കാം. ഓക്കെ, നിങ്ങൾക്കൊന്ന് പുറത്ത് വരാൻ തുടങ്ങുന്നുണ്ട്, നിങ്ങൾ ലേശം സ്വയം ഒരു കോൺഫിഡൻസ് കൊണ്ടുവരുന്ന പോലെയാണ്. ഓക്കെ, നിങ്ങളിൽ തന്നെ ഒരു ചെറിയ കോൺഫിഡൻസ് വരുന്നുണ്ട്, നിങ്ങൾക്ക് കാര്യങ്ങൾ ഒന്ന് മുന്നോട്ട് ചെയ്യാനുള്ള ഒരു ചെറിയൊരു പ്രതീക്ഷ ഇവിടെ നിങ്ങളുടെ ഉള്ളിൽ തന്നെ വരുന്ന പോലെയാണ്. ഓക്കെ, ആ ഒരു ഇത് നമ്മുടെ ഉള്ളിലാണ് ഫീൽ ചെയ്യുക, ആ ഒരു കോൺഫിഡൻസ് ഫീൽ ചെയ്യുന്ന പോലെ. അതിൻ്റെ ഇവിടെ ഹാർട്ട് ചക്ര ഓപ്പൺ ആവുന്നതായിട്ട് എനിക്ക് കാണുന്നുണ്ട്. സോ നിങ്ങൾക്ക് എവിടെയോ ഇതിനു മുമ്പ് നിങ്ങൾക്ക് വേദനകൾ വിഷമങ്ങളൊക്കെ കിട്ടിയിട്ടുണ്ടെങ്കിൽ അതിൽ നിന്നൊക്കെ നിങ്ങൾ പുറത്ത് വരാൻ തുടങ്ങുന്ന പോലെയാണ് എനിക്ക് കാണുന്നത്. ഓക്കെ, അതായത് പാസ്റ്റിൽ നമ്മുടെ വേദനകൾ ഉണ്ടാവുമല്ലോ, പാസ്റ്റിലെ പെയിൻ തന്നെ നമ്മൾ ചിലപ്പോൾ പലപ്പോഴും നമുക്ക് ഫിയേഴ്സ് വരും. അതായത് പാസ്റ്റിൽ കിട്ടിയ ചില അനുഭവങ്ങൾ, ചില വേദനകൾ, അത് നമ്മളെ മുന്നോട്ട് പോകുന്നതിൽ എപ്പോഴും തടസ്സം നിൽക്കും. നമുക്ക് തോന്നും ദാറ്റ് ഇല്ല, ഇനിയും എനിക്ക് പെയിൻ വന്നാലോ, ഇനിയും എനിക്ക് വേദനിക്കേണ്ടി വന്നാലോ, ഇനിയും എനിക്ക് എന്താ പറയുക, ഞാൻ തോറ്റുപോയാലോ, അല്ലെങ്കിൽ എന്നെ എന്തെങ്കിലും ചതിവ് പറ്റിയാലോ, അങ്ങനെ പല കാര്യങ്ങളും നിങ്ങളുടെ ഉള്ളിൽ ആ ഒരു പേടികളുണ്ടാവും. ബട്ട് ഐ തിങ്ക് ഇപ്പോൾ നിങ്ങൾ കുറേ കൂടി ഓപ്പൺ ആവാൻ തുടങ്ങുന്നുണ്ട്. നിങ്ങൾ വീണ്ടും ഒരു ഹോപ്പ്, പ്രതീക്ഷ വെച്ച് നിങ്ങളുടെ ഹാർട്ട് ചക്രയൊക്കെ ഓപ്പൺ ആവുന്ന പോലെ ഒരു പുതിയ കാര്യങ്ങൾക്ക് നിങ്ങൾ കുറച്ചുകൂടി ഒന്ന് ശ്രമിക്കാൻ തയ്യാറാവുന്ന രീതിക്കാണ് എനിക്ക് കാണുന്നത്. കുറച്ചുകൂടി ഒരു ചാൻസ് കൊടുക്കാം എന്ന രീതിയിൽ നിങ്ങൾ വീണ്ടും ശ്രമിക്കാൻ തുടങ്ങുന്ന പോലെ. ഇവിടെ കോൺഫ്ലിക്റ്റ് ആൻഡ് ഡിഫീറ്റും ഉണ്ട്, ഇതിലും മെന്റൽ കോൺഫ്ലിക്റ്റ് ഉണ്ട്, രണ്ടും. ആക്ച്വലി ഇത് പുറമേ നിന്നുള്ള കോൺഫ്ലിക്റ്റ് ആണ് പറയുന്നത്. ഓക്കെ, മറ്റുള്ളവരുടെ ഭാഗത്തു നിന്നുള്ള നിങ്ങളോടുള്ള പെരുമാറ്റം പലപ്പോഴും മറ്റുള്ളവർ നിങ്ങളെ തോൽപ്പിക്കാൻ ശ്രമിച്ച പോലെ, നിങ്ങളുടെ ജോലി സ്ഥലത്തായാലും വീട്ടിലായാലും ഫാമിലിയിലായാലും ഒക്കെ എപ്പോഴും നിങ്ങളെ ഒരു ടാർഗറ്റ് ചെയ്യുക എന്ന് പറയില്ലേ, ആ രീതിയിൽ. ഓക്കെ, നിങ്ങളെപ്പോഴും മെൻ്റൽ കോൺഫ്ലിക്റ്റ്, നിങ്ങളെ ജയിക്കാൻ ശ്രമിക്കുക, നിങ്ങളെപ്പോഴും തോറ്റു കൊടുക്കേണ്ടി വരുന്നുണ്ടാവും. ഇവിടെ ഡിഫീറ്റ് നിങ്ങൾ ഫേസ് ചെയ്യുന്ന പോലെയാണ്. നിങ്ങളെപ്പോഴും തോറ്റു കൊടുക്കേണ്ടി വരുന്നത് നിങ്ങളുടെ തെറ്റല്ലെങ്കിൽ പോലും മറ്റുള്ളവർ വേണം വെച്ച് അവർ നിങ്ങളെ തോൽപ്പിക്കാൻ ശ്രമിക്കുന്ന പോലെ കാണുന്നുണ്ട്. അഗൈൻ മെൻ്റൽ കോൺഫ്ലിക്റ്റും ഉണ്ട്. നിങ്ങളുടെ മനസ്സും വളരെയധികം കോൺഫ്ലിക്റ്റഡ് ആയിട്ടാണ് എനിക്ക് കാണുന്നത്. നിങ്ങൾക്ക് തീരുമാനങ്ങളൊന്നും എടുക്കാൻ പറ്റില്ല പെട്ടെന്ന്. ബിക്കോസ് ഇവിടെ മനസ്സ് നിങ്ങൾ വീണ്ടും ഇത് എന്താ ഉണ്ടാവുന്നതെന്ന് വെച്ചാൽ, അവനവനെക്കുറിച്ച് ചിന്തിക്കുന്ന ആൾക്കാരുണ്ടാവും അല്ലേ, അവനവനെക്കുറിച്ച് ചിന്തിക്കുക. ഇപ്പോൾ ഇവിടെ ഞാൻ പറഞ്ഞു കോൺഫ്ലിക്റ്റ്, നിങ്ങളെ തോൽപ്പിക്കാൻ, അത് നിങ്ങളുടെ തെറ്റല്ലെങ്കിൽ പോലും നിങ്ങളുടെ തെറ്റായിട്ട് ഇടും നിങ്ങളുടെ തലയിൽ. ഓക്കെ, അപ്പം അങ്ങനെ അത് നിങ്ങൾ സ്വീകരിക്കും, പക്ഷെ അത് സ്വീകരിച്ച് നിങ്ങൾ തോറ്റു കൊടുക്കും. ഓക്കെ, ഇവിടെ എന്താ പറ്റുന്ന, അവർ മറ്റേ വ്യക്തി അല്ലെങ്കിൽ ഒരുപാട് വ്യക്തികൾ അല്ലെങ്കിൽ ഫാമിലി ആരും ആയിക്കോട്ടെ, ഓക്കെ, അപ്പുറത്ത് നിൽക്കുന്ന വ്യക്തികൾ അവനവനെ കുറിച്ചാണ് ചിന്തിക്കുന്നത്. അവനവനെ കുറിച്ചാണ് ചിന്തിക്കുന്നത്. ഓക്കെ, നിങ്ങളെന്താണ്, നിങ്ങൾ മറ്റുള്ളവരെ കുറിച്ചാണ് ചിന്തിക്കുന്നത്. അപ്പോൾ അവനവനെ കുറിച്ച് നിങ്ങൾ ചിന്തിക്കുന്നില്ല. ഓക്കെ, അങ്ങനെ ചിന്തിക്കുന്ന ആൾക്കാരാണെങ്കിൽ അവർക്ക് ഒരിക്കലും ഈ ഒരു മെൻ്റൽ കോൺഫ്ലിക്റ്റ് വരില്ല. ഓക്കെ, ഈ ഒരു പെട്ട് നിൽക്കുന്ന ഫീലിംഗ് ഒന്നും വരില്ല. ഓക്കെ, നിങ്ങൾക്ക് വേണ്ടത് നിങ്ങൾ ചെയ്യുകയാണെങ്കിൽ, നമ്മൾ അവനവനെ കുറിച്ച് മാത്രം ചിന്തിക്കുകയാണെങ്കിൽ എപ്പോഴും എന്താണെന്ന് വെച്ചാൽ നമുക്ക് എന്തും ചെയ്യാൻ പറ്റും. ഓക്കെ, നമ്മൾ ആരും എന്തോ ആയിക്കോട്ടെ, മറ്റുള്ളവരുടെ കാര്യം എന്തോ ആയിക്കോട്ടെ എന്ന് വിചാരിച്ച് ചെയ്യും അല്ലേ. പക്ഷെ നിങ്ങൾ അങ്ങനത്തെ വ്യക്തികളല്ല. നിങ്ങൾ എപ്പോഴും മറ്റുള്ളവരെ കുറിച്ച് ചിന്തിക്കുക, അല്ലെങ്കിൽ ആർക്കും വേറൊരു പ്രശ്നം വരരുത്, എന്നെ കൊണ്ട് ഞാൻ കാരണം വേറെ ആൾ ബുദ്ധിമുട്ടരുത്, അങ്ങനെയൊക്കെ ചിന്തിച്ച് അത് മാത്രമല്ല, നിങ്ങൾ എല്ലാവരും ഗുഡ് ബുക്സിലിരിക്കാൻ ശ്രമിക്കും. ഗുഡ് ബുക്സ് എന്ന് പറഞ്ഞാൽ മറ്റുള്ളവരെ മുമ്പിൽ അവരുടെ ഇഷ്ടങ്ങൾക്ക് വേണ്ടിയിട്ട് നിങ്ങൾ നിന്ന് കൊടുക്കും. ഓക്കെ, അതായത് അവർക്ക് നിങ്ങളോടൊരു ഇഷ്ടക്കേട് വരരുത് എന്ന രീതിക്ക് നിങ്ങൾ പെരുമാറാൻ ശ്രമിക്കുക എപ്പോഴും. അതിനുവേണ്ടി നിങ്ങൾ നിങ്ങളുടെ ഇഷ്ടങ്ങൾ മാറ്റിവെക്കുക, നിങ്ങൾ തോറ്റു കൊടുക്കുക പലപ്പോഴും. ഓക്കെ, അങ്ങനെയൊക്കെ നിങ്ങൾ ബിഹേവ് ചെയ്യുന്ന വ്യക്തികളാണെന്നാണ് എനിക്ക് മനസ്സിലാവുന്നത്. ഇവിടെ മെൻ്റൽ കോൺഫ്ലിക്റ്റും നിങ്ങൾക്ക് വരുന്നത് അതുകൊണ്ടാണ്. ബിക്കോസ് എന്തെങ്കിലും ഒരു തീരുമാനം നിങ്ങൾ എടുക്കാൻ ശ്രമിക്കുമ്പോഴേക്കും നിങ്ങൾ ബാക്കി മറ്റുള്ളവരെ കുറിച്ച് ചിന്തിക്കുകയാണ്. അവർ അങ്ങനെ എന്ത് വിചാരിക്കും, അവരെന്ത് പറയും, അല്ലയോ അവർക്ക് വിഷമമായാലോ എന്ന രീതിയിൽ നിങ്ങൾ ചിന്തിക്കാനാണ്. അതുകൊണ്ടാണ് ഇത്ര മെൻ്റൽ കോൺഫ്ലിക്റ്റ് വരുന്നത്. അല്ലാത്തവർക്ക് ഇതൊന്നും ബാധകം അല്ല. ഓക്കെ, അവർ നിങ്ങളെ തോൽപ്പിക്കാനോ ജയിക്കാനോ ഒന്നും അവർക്ക് ഒരു മടിയും ഉണ്ടാവില്ല. ഓക്കെ, സോ ബട്ട് നിങ്ങൾ അങ്ങനെയല്ല, അതുകൊണ്ടാണ്. ഓക്കെ, പക്ഷെ അത് പറഞ്ഞിട്ട് കാര്യമില്ല. ബട്ട് ഇതൊക്കെ കുറച്ച് മാറ്റിയെടുക്കണം എന്നുകൂടിയാണ് ഇവിടെ പറയുന്നത്. ഓക്കെ, എപ്പോഴും നിങ്ങൾ തോറ്റു കൊടുക്കാൻ നിന്ന് കഴിഞ്ഞാൽ തോൽക്കാനേ നേരം ഉണ്ടാവുള്ളൂ അല്ലേ. സ്റ്റാൻഡ് യുവർ ഗ്രൗണ്ട്, ഇവിടെ മെയിൻ മെസ്സേജ് അതായിരുന്നു.
നിങ്ങളോട് പറയുന്നത് നിങ്ങൾക്ക് വേണ്ടി സ്റ്റാൻഡ് എടുക്കണം എന്നാണ് ഇനി ഞാൻ പറയാം. സോ ഇവിടെ ആ മെൻ്റൽ കോൺഫ്ലിക്റ്റ് ഒക്കെ നിങ്ങൾ പക്ഷേ ഇവിടെ എവിടെയോ ഇടയിൽ നിങ്ങൾക്കൊരു മാറ്റം വരുന്നുണ്ട്. നിങ്ങൾക്ക് സ്വയം കുറച്ച് കോൺഫിഡൻസ് വരുന്നതായിട്ട് എനിക്ക് കാണുന്നുണ്ട്. കുറച്ചുകൂടി നിങ്ങൾ സെൽഫ് വാല്യൂ മനസ്സിലാക്കുന്ന രീതിയിൽ മാറ്റങ്ങൾ വരുന്നുണ്ട്, തുടങ്ങിയിട്ടുണ്ട് ഇവിടുന്ന്. ഓക്കെ. ആൻഡ് വെയിറ്റിംഗ് ഗെയിം ഉണ്ട് ഇവിടെ. വെയിറ്റിംഗ് ഗെയിം എന്ന് പറയുമ്പോൾ എനിക്ക് കാണുന്നത് നിങ്ങൾ കാത്തിരിക്കുന്ന പോലെയാണ്. നിങ്ങൾ എപ്പോഴും നമ്മൾ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ പുറമേ നിന്ന് എന്തെങ്കിലും നമ്മൾ മാറാൻ വേണ്ടി മാത്രം കാത്തിരുന്നിട്ട് കാര്യമില്ല. നിങ്ങളുടെ ഉള്ളിൽ നിന്ന് മാറ്റങ്ങൾ തുടങ്ങണം. ഓക്കെ. മറ്റുള്ളവർ മാറും എന്ന് പ്രതീക്ഷിച്ചിരുന്നിട്ട് കാര്യമില്ല, അല്ലെങ്കിൽ സാഹചര്യങ്ങൾ മാറും എന്ന് പ്രതീക്ഷിച്ചിരുന്നിട്ട് കാര്യമില്ല. മാറ്റങ്ങൾ നിങ്ങളിൽ നിന്നാണ് തുടങ്ങേണ്ടത്. ഓക്കെ. എവിടെ വെയിറ്റിംഗ് ഗെയിം എന്ന് പറയുന്നുണ്ട്. സോ യെസ്, നിങ്ങളൊരു ഗെയിം പോലെയാണ്. ഓക്കെ, നോക്കട്ടെ യൂണിവേഴ്സ് എന്ത് ചെയ്യും നോക്കട്ടെ, അല്ലെങ്കിൽ മറ്റുള്ളവർ എന്ത് ചെയ്യും നോക്കട്ടെ, ഞാനൊന്ന് കാത്തിരിക്കാം എന്ന് പറഞ്ഞ ഒരു ഇഫക്റ്റ് ആണ് എനിക്ക് തോന്നുന്നു. ബട്ട് ഇവിടെ യൂണിവേഴ്സ് പറയുന്നത് അതുമാത്രം കാത്തിരുന്നിട്ട് കാര്യമില്ല, ഗ്രോത്ത് നിങ്ങളിൽ നിന്ന് തുടങ്ങാം. ഓക്കെ. മാറ്റങ്ങൾ നിങ്ങളിൽ നിന്ന് തുടങ്ങാം. അപ്പോഴേ അത് ശരിയാവുള്ളൂ. ഓക്കെ. അല്ലാതെ കാത്തിരുന്നിട്ട് കാര്യമില്ല. ചില സമയത്തൊക്കെ നമ്മൾ തന്നെ ചില മാറ്റങ്ങൾ കൊണ്ടുവരണം. ഓക്കെ. ആൻഡ് ഇവിടെ പേഷ്യൻസ് ആൻഡ് പ്ലാനിങ് യെസ് നിങ്ങളോട് പറയുന്നത് ക്ഷമയോടെ കാര്യങ്ങൾ പ്ലാൻ ചെയ്യാൻ തുടങ്ങൂ എന്നാണ് പറയുന്നത്. ഓക്കെ. സോ ഇവിടേക്ക് ഈ മാറ്റങ്ങൾ കൊണ്ടുവരണമെങ്കിൽ നിങ്ങളോട് പറയുന്ന യൂണിവേഴ്സ് പറയുന്നത് യെസ്, സ്ലോ ആയിട്ട് പ്ലാൻ ചെയ്യാൻ തുടങ്ങും. പെട്ടെന്നൊരു മാറ്റം സംഭവിക്കില്ല. ഓക്കെ. ഒരു ദിവസം കൊണ്ട് മാറ്റങ്ങളൊന്നും വരില്ല. ബട്ട് യെസ്, സ്ലോലി നിങ്ങൾക്ക് തുടങ്ങാം. ഓക്കെ. സ്ലോലി സ്റ്റാർട്ട് ചെയ്യൂ എന്നാണ് പറയുന്നത്. പ്ലാനിങ് ചെയ്യാൻ തുടങ്ങൂ. ഓക്കെ. ആൻഡ് അത് നിങ്ങൾക്ക് ആക്ച്വലി എന്തൊക്കെയോ നല്ല കാര്യങ്ങൾ കൊണ്ടുവരുന്ന പോലെയാണ്. യെല്ലോ കളർ വീണ്ടും ഉണ്ട്, ഇവിടെയുണ്ട്. സോ യെസ്, നിങ്ങളോട് പറയുന്നത് നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾക്ക് എന്തെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ ഓക്കെ, നിങ്ങൾ പ്ലാനിങ് തുടങ്ങൂ, നിങ്ങൾ ചെയ്യാൻ തുടങ്ങൂ, ആക്ഷൻ എടുക്കാൻ തുടങ്ങൂ. ഓക്കെ. അതിന് ക്ഷമയോടെ നിങ്ങൾ എല്ലാം ലൈക്ക് നമ്മൾ പറയില്ലേ ഡീറ്റെയിൽഡ് ആയിട്ട് നിങ്ങൾ കാര്യങ്ങളൊക്കെ നോക്കുക. എന്താ വേണ്ടത്, എന്താ ചെയ്യേണ്ടത് എന്നൊക്കെ മനസ്സിലാക്കുക. ആൻഡ് പ്ലാനിങ്ങോട് നിങ്ങൾക്ക് മുന്നോട്ട് പോകാൻ നിങ്ങൾക്ക് സാധിക്കും. ഓക്കെ. നല്ലത് വരും. ടെംപ്ടേഷൻ കാണുന്നുണ്ട്. ടെംപ്ടേഷൻ എന്ന് പറയുമ്പോൾ എനിക്ക് തോന്നുന്നത് നിങ്ങൾക്ക് ചില സമയത്ത് ഇത് പലതരത്തിലും എടുക്കാം. ഓക്കെ. ടെംപ്ടേഷൻസ് ഓക്കെ, വേറെ ഒരു ടെംപ്ടേഷനിൽ പോയി ചാടാതിരിക്കുക എന്നൊരു അഡ്വൈസാണ്. മെയിൻലി നമ്മൾ പറയില്ലേ ഇപ്പോൾ ഒന്നുമില്ലെങ്കിൽ ഡ്രിങ്കിങ് അല്ലെങ്കിൽ സ്മോക്കിങ് അങ്ങനത്തെ എന്തെങ്കിലുമൊക്കെ നിങ്ങൾക്ക് ഹാബിറ്റ്സ് ഉണ്ടെങ്കിൽ, ഇത് ലേഡീസും ജെൻസ് ആയാലും അങ്ങനെ ഞാൻ ഒരു സ്പെസിഫിക് ആയിട്ടൊന്നല്ല പറയുന്നത്, ആരായാലും ഓക്കെ, അങ്ങനത്തെ നെഗറ്റീവ് കാര്യങ്ങളിലേക്കൊന്നും നിങ്ങൾ പോകാതിരിക്കുക. എന്തെങ്കിലും അഡിക്ഷൻസ് ഉണ്ടെങ്കിൽ അതിലേക്ക്, ബിക്കോസ് അത് നിങ്ങളുടെ വിഷമങ്ങൾ മറക്കാനോ ഒക്കെ നിങ്ങൾ ചെയ്യുന്നതായിരിക്കും. ബട്ട് അതൊക്കെ അതിനൊക്കെ ഒന്ന് മാറാൻ ശ്രമിക്കുക ഫസ്റ്റ് ഓഫ് ഓൾ. ഓക്കെ. അതൊരു പോയിന്റ്. അല്ലാത്തവർക്ക് നിങ്ങൾക്ക് രക്ഷപ്പെടാൻ വേണ്ടിയിട്ട് നമ്മൾ വഴികൾ നോക്കുമ്പോൾ ചിലപ്പോൾ നമ്മുടെ മുമ്പിൽ വേറെ ചില ടെംപ്ടേഷൻസ് വരും. ഐ മീൻ നമുക്ക് പെട്ടെന്ന് രക്ഷപ്പെടാനുള്ള രീതിയിൽ, അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ ക്വിക്ക് നമ്മൾ പറയാറുണ്ട് മിന്നുന്നല്ല മുന്നില്ല എന്ന് പറയുന്ന പോലെ ചില കാര്യങ്ങൾ നമ്മൾ വിചാരിക്കും ഓക്കെ അത് നല്ലതാണ് എന്ന് വിചാരിച്ച് ചിലപ്പോൾ നമ്മൾ ചെയ്യാൻ ശ്രമിക്കുക. സോ അങ്ങനത്തെ ഒന്നും പോയി പെടാതിരിക്കുക. എന്തെങ്കിലുമൊക്കെ അങ്ങനത്തെ ടെംപ്റ്റ് ചെയ്ത് നമുക്ക് ആരെങ്കിലുമൊക്കെ ഓക്കെ ഇത് ചെയ്ത് കഴിഞ്ഞാൽ പെട്ടെന്ന് നിങ്ങൾക്ക് കുറച്ച് പൈസ ഉണ്ടാക്കാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് രക്ഷപ്പെടാം എന്നൊക്കെ പറയുന്നുണ്ടെങ്കിൽ ഓക്കെ, കുറച്ചൊക്കെ ഒന്ന് സൂക്ഷിച്ച് ഹാൻഡിൽ ചെയ്യുക. അവിടെ ചില ടെംപ്റ്റേഷൻസ് നിങ്ങളുടെ മുമ്പിൽ വരാനുള്ള സാധ്യതയാണ്. ഓക്കെ. അതായത് നിങ്ങൾക്കൊരു തോന്നും ഓക്കെ നല്ലതാണ് എന്ന് തോന്നും, പക്ഷെ അത് നല്ലതായിരിക്കില്ല. സോ സൂക്ഷിച്ച് കൈകാര്യം ചെയ്യുക, കാര്യങ്ങളൊക്കെ ഹാൻഡിൽ ചെയ്യുക. ആൻഡ് ഇവിടെ ന്യൂ ബിഗിനിങ്സ് ആണ് വരുന്നത്. ഓക്കെ. നിങ്ങളുടെ ലൈഫിൽ മെയിൻ കാര്യം എന്താണോ യൂണിവേഴ്സ് പറയുന്നത്, ന്യൂ ബിഗിനിങ് വരുന്നുണ്ട്. ഓക്കെ. ന്യൂ ബിഗിനിങ് വരാൻ വേണ്ടിയിട്ട് പക്ഷേ ഞാൻ പറഞ്ഞ പോലെ നിങ്ങളാണ് ചേഞ്ച് ആവേണ്ടത്. നിങ്ങളുടെ ഉള്ളിലാണ് കോൺഫിഡൻസ് വരേണ്ടത്. നിങ്ങൾ ഇതുപോലെ മറ്റുള്ളവർക്ക് വേണ്ടി കുറേ വിട്ടുകൊടുത്തു, അല്ലെങ്കിൽ മറ്റുള്ളവർക്ക് വേണ്ടിയൊക്കെ ജീവിച്ചിട്ടുണ്ടെങ്കിൽ എവിടെയോ ഇനി നിങ്ങൾക്ക് വേണ്ടി ഒന്ന് സ്റ്റാൻഡ് എടുക്കാൻ തുടങ്ങേണ്ട സമയമാണ്. ഓക്കെ. ഇനി നിങ്ങൾക്ക് അവനവന് വേണ്ടി നിങ്ങൾ സ്റ്റാൻഡ് എടുത്താൽ മാത്രമേ നിങ്ങളുടെ ലൈഫിൽ ഒരു പുതിയ തുടക്കം വരുള്ളൂ. ഓക്കെ. ആൻഡ് അതിനുവേണ്ടി നിങ്ങൾ ചെയ്യേണ്ടത്രയേ ഉള്ളൂ, നിങ്ങൾ കോൺഫിഡൻസ് വർദ്ധിപ്പിക്കുക. ഓക്കെ. എന്തും ചെയ്യാനൊക്കെ റിസ്ക് എടുക്കാനൊക്കെ ഒന്ന് നിങ്ങൾ മനസ്സുകൊണ്ട് തയ്യാറാവുക. ആൻഡ് മറ്റുള്ളവർ മാറാനോ സാഹചര്യം മാറാനോ കാത്തിരിക്കലല്ല, നിങ്ങളായിട്ട് ആക്ഷൻ എടുക്കുക എന്നാണ് പറയുന്നത്. ആൻഡ് യെസ്, പ്ലാനിങ് ആൻഡ് സ്ട്രാറ്റജി. ഓക്കെ. നിങ്ങൾ നല്ലോണം ആലോചിച്ച് പ്ലാൻ ചെയ്യാൻ തുടങ്ങുക. നിങ്ങൾക്ക് വേണ്ടി സ്റ്റാൻഡ് എടുക്കാൻ തുടങ്ങുക. നിങ്ങൾക്ക് എന്താ വേണ്ടത് അത് പറയാൻ തുടങ്ങുക, അത് ചെയ്യാൻ തുടങ്ങാം. ഓക്കെ. നിങ്ങളെ തന്നെ നിങ്ങൾ വാല്യൂ ചെയ്യാൻ തുടങ്ങും എന്നാണ് മെയിനായിട്ട്. മൂവിങ് ഓണും കാണുന്നുണ്ട്. കുറച്ച് പേർക്ക് ഒരു മൂവിങ് ഓൺ എനർജി ഉണ്ട്. സോ നിങ്ങൾ എന്തെങ്കിലും കാര്യങ്ങളിൽ നിന്ന് മാറി നിൽക്കാനോ വിട്ടുമാറാനോ ഒക്കെ ഉള്ളൊരു കാര്യങ്ങളാണ് കാണുന്നത്. ഓക്കെ. സോ ഐ തിങ്ക് നിങ്ങൾക്ക് ഇതുവരെ നിങ്ങൾ ഒരുപാട് വിഷമങ്ങളോ സ്ട്രെസ്സോ ഒക്കെ ഫേസ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഇനി ഒരു മാറ്റത്തിൻ്റെ സമയം വരും. ഓക്കെ. ആ മാറ്റത്തിൻ്റെ ആക്ച്വലി ഇതൊരു ഡിവൈൻ ടൈം എന്ന രീതിക്ക് എടുക്കാം. ഓക്കെ. ചിലപ്പോൾ ഡിവൈൻ ടൈം ആയിട്ടുണ്ടാവും, അതിൽ ചേഞ്ചസ് വരാൻ തുടങ്ങും. ഓക്കെ. സി ഇങ്ങനെ അഗൈൻ നമ്മൾ പുറത്ത് എന്തെങ്കിലുമൊക്കെ നമ്മൾ രക്ഷപ്പെടാൻ ശ്രമിക്കാൻ തുടങ്ങുമ്പോൾ ആ സമയത്ത് ചില ടെംപ്ടേഷൻസ് വരും. അതെന്താണെന്ന് വെച്ചാൽ ഒരു പരീക്ഷണമാണ്, ദൈവത്തിൻ്റെ പരീക്ഷണമാണെന്ന് പറയാം. ഓക്കെ. നിങ്ങൾക്ക് എളുപ്പ വഴികൾ എടുക്കാതിരിക്കാം, എളുപ്പ വഴികൾ ചൂസ് ചെയ്യാതിരിക്കുക. കുറച്ച് കഷ്ടമായാലും ഓക്കെ, കഷ്ടപ്പെട്ട് ജോലി ചെയ്തിട്ടായാലും അല്ലെങ്കിൽ കുറച്ച് സ്ട്രഗിൾ ചെയ്തിട്ടായാലും ആ വഴിയായിരിക്കും കുറച്ചുകൂടി ബെറ്റർ എന്ന് മനസ്സിലാക്കാം. എന്ന് മാത്രമല്ല നിങ്ങൾക്ക് പുതിയ തുടക്കങ്ങൾ ഓക്കെ വരുന്നുണ്ട് എന്നാണ് പറയുന്നത്. ലെറ്റ്സ് സി, ഇതിൽ നിന്ന് കൂടി നോക്കാം നമുക്ക്. ആൻഡ് സ്റ്റാൻഡ് യുവർ ഗ്രൗണ്ട് മെയിൻ പോയിന്റ് ആണ്. നിങ്ങൾക്ക് വേണ്ടി നിങ്ങൾ സ്റ്റാൻഡ് എടുത്ത് തുടങ്ങൂ. ഓക്കെ. തെറ്റ് മറ്റുള്ളവർക്ക് വേണ്ടി ഒരുപാട് വിട്ടുകൊടുത്തത് മതി എന്നൊക്കെയാണ്. എക്സോഷൻ, ടയേർഡ്നെസ് അല്ലേ, അബണ്ടൻസ്, ഗിൽട്ട്, അലോൺനെസ്, ഫ്രണ്ട്ലിനെസ്, ഗോയിങ് വിത്ത് ദ ഫ്ലോ. One more card, new vision. Yes, very good. Creativity. Okay.
ഇവിടെ മെയിൻ കാര്യം പറയുന്നത് എക്സോഷൻ പറയുന്നത് നിങ്ങൾ ഒരുപാട് ടയർഡായിട്ടുണ്ട്. ഈ ഒരു സ്ട്രെസ്, ടെൻഷൻ കാര്യങ്ങളിലൊക്കെ നിങ്ങൾ ഒരുപാട് ടയർഡായിട്ടുണ്ട്. അതിന് കുറച്ച് റെസ്റ്റ് എടുക്കൂ ഫസ്റ്റ് ഓഫ് ഓൾ. ഓക്കെ, ഒന്ന് എല്ലാത്തും മനസ്സൊന്ന് റിലാക്സ് ചെയ്യൂ ആദ്യം. ഓക്കെ, ബാക്കി കാര്യങ്ങൾ റെസ്റ്റ് എടുക്കുന്ന ബോഡിക്ക് മാത്രമല്ല മനസ്സിനും ഒന്ന് റെസ്റ്റ് കൊടുക്കൂ, റിലാക്സ് ചെയ്യൂ. ഓക്കെ, ഇവിടെ നിങ്ങൾ ഒരുപാട് ടയർഡായിട്ടുണ്ടെന്ന് കാണുന്നുണ്ട്. ഓക്കെ, ഗിവ് അപ്പ് ചെയ്യരുത്, പക്ഷേ ഓക്കെ ശ്രമിച്ചുകൊണ്ടിരിക്കാം. ആൻഡ് ഇവിടെ അബണ്ടൻസ്, യെസ് നിങ്ങൾക്ക് അബണ്ടൻസ് ഉണ്ട്, തീർച്ചയായിട്ടും ഉണ്ട്. ന്യൂ ബിഗിനിങ് നമ്മൾ പറഞ്ഞു, ഇവിടെയും ഒരു ന്യൂ വിഷൻ എന്നുണ്ട്. സോ യെസ്, ഒരു പുതിയ കാര്യം നിങ്ങളുടെ ലൈഫിൽ ഒരു മാറ്റങ്ങൾ തീർച്ചയായിട്ടും സംഭവിക്കും. ഓക്കെ, ബട്ട് അതിന് നിങ്ങൾ ഐ തിങ്ക് ഗിവ് അപ്പ് ചെയ്യരുത് എന്നൊരു മെയിൻ അഡ്വൈസ്. ഓക്കെ, അബണ്ടൻസ് യെസ് നിങ്ങൾക്ക് ഉണ്ട് എന്നാണ് പറയുന്നത്. ഗിൽട്ട് നിങ്ങളുടെ മനസ്സിൽ, ഞാൻ നേരത്തെ പറഞ്ഞ കാര്യങ്ങൾ ഇതാണ്. നിങ്ങൾ ഈ മെൻറ്റൽ കോൺഫ്ലിക്റ്റ് വരുന്നത് എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ, അല്ലെങ്കിൽ നിങ്ങൾക്കൊരു കാര്യം നിങ്ങൾക്ക് വേണ്ടി ചെയ്യാൻ പറ്റാത്ത എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ നിങ്ങൾക്ക് ഗിൽട്ട് തോന്നും. ഞാൻ ചെയ്തത് ഞാൻ എന്തെങ്കിലും ചെയ്തു കഴിഞ്ഞാൽ അതാ മറ്റേ വ്യക്തി അല്ലെങ്കിൽ വേറെ ആരെങ്കിലും വേദനിക്കുമോ, അവർക്ക് പ്രശ്നമാവോ, അവർക്ക് ഇഷ്ടമാവോ എന്നൊക്കെയുള്ള ചിന്തകൾ, ആ ഗിൽട്ടി ഫീലിംഗ്, നിങ്ങൾ അതിൽ നിന്ന് പുറത്തു വരാം. ഓക്കെ, നിങ്ങൾ എന്തെങ്കിലും അബദ്ധത്തിൽ തന്നെ നിങ്ങൾ വല്ലപ്പോഴും നിങ്ങളുടെ മനസ്സിലുള്ളത് ഇത്തിരി പറഞ്ഞു പോയാൽ തന്നെ ഓക്കെ, നിങ്ങൾ അത് അപ്പോഴേക്കും നിങ്ങൾക്ക് ഗിൽട്ട് വരും. എന്നിട്ട് ഇല്ല ഞാൻ പറയേണ്ടിയിരുന്നില്ല, ഞാനത് ചെയ്തത് തെറ്റായിപ്പോയി. നിങ്ങളുടെ ന്യായമായ ഒരു കാര്യമായിരിക്കും പറഞ്ഞത്, ബട്ട് എന്നാൽ പോലും നിങ്ങൾക്ക് അവനവനെ നിങ്ങൾ കുറ്റപ്പെടുത്തും. ബിക്കോസ് നിങ്ങൾ ആ ഗിൽട്ട് നിങ്ങളുടെ ഉള്ളിൽ വരും. അത് നിങ്ങളുടെ നല്ല മനസ്സാണ്. ഓക്കെ, നിങ്ങൾ മറ്റുള്ളവരെ വേദനിപ്പിക്കാൻ ആഗ്രഹിക്കാത്തതുകൊണ്ടാണ് അങ്ങനെയൊക്കെ. പക്ഷേ ഇവിടെ യൂണിവേഴ്സ് പറയുന്നത് ആ ഗിൽട്ട് വിട്ട് കളയൂ എന്നാണ് പറയുന്നത്. ഓക്കെ, അല്ലെങ്കിൽ പാസ്റ്റിൽ എന്തെങ്കിലും സംഭവിച്ചിട്ടുണ്ടെങ്കിൽ തന്നെ നിങ്ങൾ എപ്പോഴും അവനവനെ കുറ്റപ്പെടുത്തും. ഞാൻ കാരണമാണ്, എൻ്റെ മിസ്റ്റേക്കാണ് എന്നൊക്കെ പറയും. ഓക്കെ, അല്ലെങ്കിൽ ഞാൻ പോരാതെയാണ്, ഞാൻ ശ്രദ്ധിക്കാതെയാണ്, ഞാൻ ചെയ്യാതെയാണ്, നിങ്ങൾ അവനവനെ കുറ്റപ്പെടുത്തും. അതിനൊക്കെ ഒന്ന് പുറത്തു വരൂ. ഓക്കെ, ഇനി നിങ്ങൾ അത് ചെയ്യാതിരിക്കുക, അവനവനെ കുറ്റപ്പെടുത്താതിരിക്കുക. ആൻഡ് ഇവിടെ അലോൺനെസ് കാണുന്നുണ്ട്. കുറച്ചൊക്കെ നിങ്ങൾ തനിച്ചിരിക്കുന്ന ഒരു സമയമായിട്ടാണ് എനിക്ക് കാണുന്നത്. ഓക്കെ, നിങ്ങൾ ഒറ്റപ്പെട്ട പോലെ നിങ്ങൾക്ക് തോന്നും, ബട്ട് ഒറ്റപ്പെടൽ ഒരിക്കലും അത് മോശമായിട്ടുള്ളൊരു കാര്യമല്ല. ഓക്കെ, തനിച്ചിരിക്കാൻ പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് എന്തും ജയിക്കാൻ പറ്റുന്ന പറയാം. ഓക്കെ, സോ ഇവിടെ ആ ഒരു എനർജി ഇപ്പോൾ യൂണിവേഴ്സ് നിങ്ങൾക്ക് തനിയെ ഇരുത്തുന്നുണ്ടെങ്കിൽ തന്നെ ഓക്കെ, അത് ചില കാര്യങ്ങൾ നിങ്ങളെക്കുറിച്ച് തന്നെ തിരിച്ചറിയാനുള്ള സമയമാണ്. ഓക്കെ, മറ്റുള്ളവരിൽ നിന്നൊക്കെ മാറി നിൽക്കുമ്പോൾ ശരിക്കും നിങ്ങൾ നിങ്ങളിലേക്കാണ് പോകുന്നത്. ഓക്കെ, ആൻഡ് യൂണിവേഴ്സിനുമായിട്ട് കൂടുതൽ അടുക്കുകയാണ് ചെയ്യുന്നത്. വളരെ നല്ല സമയമാണ്. സോ യൂസ് ദാറ്റ് ടൈം. ഓക്കെ, ആ സമയങ്ങൾ ഒരിക്കലും നിങ്ങളൊരു വശമായിട്ട് വിചാരിക്കുന്നത് നിങ്ങളുടെ ലൈഫ് എന്ന് ചിലപ്പോൾ ആരെങ്കിലുമൊക്കെ വിട്ട് മാറിപ്പോയി കാണാം. അത് നിങ്ങൾക്ക് കൂടുതൽ സമയം തരുവാണ് ചെയ്യുന്നത് യൂണിവേഴ്സ്, അല്ലാതെ നിങ്ങളെ ഒറ്റപ്പെടുത്തുന്നു എന്ന് കരുതരുത്. ഓക്കെ, ഫ്രണ്ട്ലിനെസ് കാണുന്നത്, നിങ്ങൾക്ക് പറ്റിയ ഫ്രണ്ട്സ് നിങ്ങളുടെ കൂടെ വരും. ഓക്കെ, പേടിക്കുകയേ വേണ്ട. അങ്ങനത്തെ സപ്പോർട്ട് യൂണിവേഴ്സായിട്ട് തന്നെ നിങ്ങൾക്ക് എത്തിച്ചേരും. ആരെങ്കിലുമൊക്കെ വിട്ടു പോകുന്നുണ്ടെങ്കിൽ മറ്റു പലരും നിങ്ങളുടെ ജീവിതത്തിലേക്ക് വന്നു ചേരുകയും ചെയ്യും. അതങ്ങനെയാണ്, നിങ്ങൾ നോട്ട് ചെയ്തോളൂ. നിങ്ങൾക്ക് ഹെൽപ്ഫുൾ ആയിട്ടുള്ളത്, നിങ്ങളെ പോലെ ചിന്തിക്കുന്ന വ്യക്തികൾ, അല്ലെങ്കിൽ നിങ്ങളുടെ ലൈഫിനെ മുന്നോട്ട് കൊണ്ടുപോകാൻ ഹെൽപ്പ് ചെയ്യുന്നവർ നിങ്ങളുടെ കൂടെ ഉണ്ടാവും. ഇവിടെ ഗോയിങ് വിത്ത് ദ ഫ്ലോ എന്ന് പറയുന്നുണ്ട്. യൂണിവേഴ്സ് പറയുന്നുണ്ട് എന്താ സംഭവിക്കുന്നതെന്ന് വെച്ചൊക്കെ സംഭവിക്കട്ടെ. ആരെങ്കിലും വിട്ടു പോകുന്നുണ്ടോ, ഓക്കെ പൊക്കോട്ടെ. വരുന്നുണ്ടോ, ഓക്കെ വരട്ടെ. വന്നവരും നിൽക്കണം എന്ന് നമുക്കൊരു നിർബന്ധമില്ല, പോകുന്നവരെ നമ്മൾ പിടിച്ചു നിർത്തും വേണ്ട. ഓക്കെ, എന്ത് സാഹചര്യമായാലും ശരി, എന്ത് കാര്യങ്ങളായാലും ശരി, എല്ലാത്തിനെയും ആ ഗോ വിത്ത് ദ ഫ്ലോ. എന്താ സംഭവിക്കുന്നത് വെച്ചാൽ ഓക്കെ സംഭവിക്കട്ടെ എന്ന് പറഞ്ഞു വിടാം. അതിൻ്റെ ഇവിടെ ന്യൂ വിഷൻ, യെസ് നിങ്ങളുടെ എന്താണ് ആഗ്രഹം അത് നിങ്ങൾ ഫോക്കസ് ചെയ്യുക, ഗോൾ വെച്ച് നിങ്ങൾ മുന്നോട്ട് പോവുക. ഓക്കെ, അതിന് വേണ്ട കോൺഫിഡൻസ് നിങ്ങൾ ഗെയിൻ ചെയ്യാൻ തുടങ്ങുക. നിങ്ങളുടെ തന്നെ സെൽഫ് വാല്യൂ നിങ്ങൾ റിയലൈസ് ചെയ്യുക. ആൻഡ് ഒരു നിങ്ങൾക്ക് വേണ്ടി, അവനവന് വേണ്ടി സ്റ്റാൻഡ് എടുക്കാൻ തുടങ്ങുക. ഓക്കെ, ഇതാണ് ഇന്നത്തെ. നിങ്ങൾ ഒരുപാട് പാവമാവരുത് എന്ന് പറയില്ലേ, അതാണിപ്പോൾ ഇവിടെ. നിങ്ങൾ തോന്നുന്നത് എനിക്ക് അറിയാം എന്താ ഉണ്ടാവുകയെന്ന് വെച്ചാൽ, നിങ്ങൾ എന്തെങ്കിലും കാര്യങ്ങൾ നിങ്ങൾക്ക് വിഷമമുണ്ടാക്കുന്നത്, ഓക്കെ, നിങ്ങളെ വേദനിപ്പിക്കുന്ന എന്തെങ്കിലും കാര്യങ്ങൾ ഉണ്ടായാൽ ചിലപ്പോൾ നിങ്ങൾ ആരോടെങ്കിലും നമ്മളത് കംപ്ലൈൻറ്റ് പറയും അല്ലേ, എനിക്ക് ഇന്ന കാര്യം. ബട്ട് അപ്പോഴേക്കും അവർ ഡിഫെൻസീവ് ആവും. അവർ ഡിഫെൻസീവായിട്ട് സംസാരിക്കാൻ തുടങ്ങിക്കഴിഞ്ഞാൽ അവിടെ നിങ്ങൾ അവനവനെ കുറ്റപ്പെടുത്താൻ തുടങ്ങും. അയ്യോ ഞാൻ പറയേണ്ടിയിരുന്നില്ല, എന്തിനാണ് ഞാൻ പറഞ്ഞു പോയത്, ഞാൻ അത്ര വലിയ തെറ്റാണ് എന്നൊക്കെ നിങ്ങൾ അവനവനെ കുറ്റപ്പെടുത്തും. എനിക്കറിയാം ഈ സ്വഭാവങ്ങൾ, അതുകൊണ്ടാണ് പറയുന്നത്. അത് നിങ്ങൾ ഒരിക്കലും നിങ്ങളുടെ ആഗ്രഹങ്ങൾ അല്ലെങ്കിൽ നിങ്ങളുടെ ആവശ്യങ്ങൾ അല്ലെങ്കിൽ അതൊക്കെ എല്ലാം ശരി, എല്ലാം പെർഫെക്റ്റ് എന്നല്ല ഞാൻ പറയുന്നത്, ബട്ട് കുറേയൊക്കെ ഓക്കെ, നിങ്ങളുടെ കാര്യങ്ങൾ പറയാനും മടിയൊന്നും വിചാരിക്കരുത് എപ്പോഴും. ഓക്കെ, സോ അതൊക്കെയാണ് ഇവിടെ മാറ്റിയെടുക്കാനുള്ളത്. നിങ്ങൾ മാറി വരുന്നുണ്ട് എന്നാണ് എനിക്ക് മനസ്സിലാവുന്നത്. ഓക്കെ, നിങ്ങളുടെ മാറ്റങ്ങൾ തുടങ്ങിയിട്ടുണ്ട്, നിങ്ങൾക്ക് വേണ്ടി തന്നെ നിങ്ങളൊന്ന് ചിന്തിക്കാൻ തുടങ്ങിയിട്ടുണ്ട്, നല്ലതാണ്. ഓക്കെ, എന്ന് വെച്ചാൽ എപ്പോഴും ഓക്കെ വേറൊരു കാര്യം കൂടി ഓർക്കുക, നമ്മൾ ആരുടെയും മേലെ ജയിക്കാനല്ല ശ്രമിക്കുന്നത്. ഓക്കെ, അവർക്കും ഇമ്പോർട്ടൻസ് ഉണ്ട്, എനിക്കും ഇമ്പോർട്ടൻസ് ഉണ്ട്, അത്രമാത്രം. ഓക്കെ, സോ എല്ലാവർക്കും നല്ലൊരു ദിവസമായിരിക്കട്ടെ. നന്ദി, നമസ്കാരം.